യുവതലമുറയോട്, ജെൻസി തലമുറയോടൊന്ന് സംവദിക്കാൻ തോന്നുന്നു. എന്താണ് അവരുടെ ചിന്തകളെന്ന് അറിയാം. തെരഞ്ഞെടുപ്പ് ചിന്തകൾ അറിയാൻ വേറെ ഒരു വഴിയില്ല. നിങ്ങളെ കാണുക എന്നല്ലാതെ അതിനൊരു വഴിയില്ലല്ലോ. നിങ്ങൾ എന്താ ചിന്തിക്കണമെന്ന് മുതിർന്നവർക്ക് മനസ്സിലാവാത്തൊരു കാലമാണിത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഹൈലി പൊളിറ്റിക്കലായ കുട്ടികളാണോ അതോ എല്ലാം നോക്കുന്നു അങ്ങനെ അങ്ങ് പോട്ടെ, രാഷ്ട്രീയ ഒരു വഴിക്ക് പോട്ടെ, ഇതിൽ ഏത് ടൈപ്പ് കുട്ടികളാണ് നിങ്ങൾ? ഇല്ല, ഞങ്ങള് ആവശ്യത്തില് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. ഓക്കെ. തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വികസനം തന്നെയാണ്. പിന്നെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അത് സംരക്ഷിക്കാനും ഒരേ സമയം നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും കഴിവുള്ളൊരു സർക്കാർ ഇവിടെ വരണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, ഓരോരുത്തരായിട്ട് അഭിപ്രായം അതാണ്. പറയൂ. ഈ സർക്കാരിൻ്റെ അധികാരത്തിൽ വരണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം വികസനവും വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടുമൊക്കെ അറിയുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുണ്ടായ ഒരു മാറ്റം ചെറുതല്ല. 10 വർഷക്കാലം കൊണ്ടുണ്ടായ മാറ്റം, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിഞ്ഞതാണ്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുണ്ടായ മാറ്റം, യൂണിവേഴ്സിറ്റിയെ കേന്ദ്രം പലതരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ നമ്മുടെ ഈ സർക്കാരിന് കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ്. അത് നമ്മുടെ പാഠപുസ്തകങ്ങളിലായിക്കോട്ടെ എല്ലാത്തിലും നമ്മുടെ ഈ കുട്ടികളുടെ ഗ്രാൻഡ് വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായ നിലപാടെടുക്കാൻ, അവരെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ ഒരു കുട്ടിക്ക് കൃത്യമായി ഓൺലൈനായിട്ട് നമുക്ക് ആ കുട്ടിയുടെ കലോത്സവം അവതരിപ്പിക്കാൻ വേണ്ടി ആ കുട്ടിക്ക് ഒരു അവസരം കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു. കലോത്സവത്തെ മികവുറ്റ രീതിയിൽ മാറ്റിയെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. പോലും ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതേ അഭിപ്രായം തന്നെയാണോ എല്ലാവർക്കും ഉള്ളത്? വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കേൾക്കാൻ താല്പര്യമുണ്ട്. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. LDF സർക്കാരിൽ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്? അല്ല, തീർച്ചയായിട്ടും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പ്രകടമായ തെളിവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടത്. ആ പിക്ചർ കൃത്യമാണ്. അത് എല്ലാവരും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ അത് സെമി ഫൈനലായിട്ട് കണക്കൂട്ടുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ്. അതിൽ പ്രകടമായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് UDF വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റം. സാധാരണ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മേൽക്കോയി ഉണ്ടാവുന്നൊരവസ്ഥയിൽ പോലും 10 വർഷം ഇത്ര അധികം വലിയ രീതിയിൽ വികസനം ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് വാക്കാൽ ഇങ്ങനെ പറയുമ്പോഴും ഇടതുപക്ഷത്തിന് മേൽക്കോയി ഉണ്ടാകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന തൃശ്ശൂർ അസംബ്ലിയിലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ UDF തിരിച്ചു പിടിച്ചു. പിന്നെ പ്രാദേശികമായിട്ട് ഏറെ സ്വാധീനമുള്ള, വ്യാപാരികളുടെ ഇടയിൽ സ്വാധീനമുള്ള, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കൗൺസിലറായിട്ടുള്ള രാജൻ ചേട്ടൻ തന്നെ ഇവിടെ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മണ്ഡലം തിരിച്ച് UDF കൈപ്പിടിയിൽ ഭദ്രമാക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇവിടുന്ന് വിദ്യാർത്ഥികൾ ഓരോ വർഷം അന്യ രാജ്യത്തേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഭരിക്കുന്ന സർക്കാരിന്റെ പ്രധാനപ്പെട്ട കക്ഷിയുടെ, ഏറ്റവും വലിയ കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടന മുന്ന് ചെയ്തു വെച്ച അക്രമത്തിന്റെ പരിണിത ഫലമായിട്ടാണ് നമുക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ അന്യം നിന്ന് പോയതും അതിന്റെ ഭാഗമായിട്ടാണ് വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാർത്ഥികൾ തേടിപ്പോകുന്നു. അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു സർക്കാർ തിരിച്ചു വരണം. 10 വർഷത്തെ ഈ 10 വർഷം കൊണ്ട് 15 വർഷക്കാലം പുറകോട്ടടിച്ച LDF സർക്കാർ മാറിയിട്ട് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നാണ് ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് എന്താ പറയാനുള്ള? പറയൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞാനല്ലേ ചോദിക്കണേ, ധൈര്യമായി പറഞ്ഞോളൂ. ഇപ്പത്തെ സർക്കാർ മാറി വരണം എന്നാണ്. എന്താ പേരെന്താ മോളുടെ? ഹൈഫയ്ക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? നമുക്ക് ഓരോരുത്തർക്ക് ഫീൽ ചെയ്യണതാണല്ലോ. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? 10 വർഷമായില്ലേ ഭരിക്കണ്, വലിയ മെച്ചമൊന്നും തോന്നിയില്ല. പിന്നെ കുറെ കാണിക്കുന്ന പോലെ തോന്നി. അതായത് ഇപ്പം PR ആണോ മൊത്തം PR ആണോ? പെൻഷന്റെ കാര്യമായാലും ഒക്കെ എന്തോ പൊടിയിട്ടിട്ട്, കണ്ണ് പൊടിയിട്ടിട്ട് എന്തോ ചെയ്യുന്ന പോലെ തോന്നി. കുറെയൊക്കെ ഫണ്ടിന്റെ കാര്യത്തിലും എല്ലാം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. മാറ്റം വരണം. അപ്പുറത്തെ രണ്ടുപേരും കൂടി ഉണ്ട്. അഭിപ്രായം കേട്ടിട്ട് നിങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോണല്ലോ. പെൻഷനൊക്കെ PR ആണെന്ന് പറയുന്നത് തന്നെ ഒരു വളരെ നമുക്കിപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു അബ്സേർഡായിട്ടായിട്ട് തോന്നുന്നത്. കാരണം 600 രൂപ പെൻഷനിൽ നിന്ന് 1000 ആയി, 1600 ആയി, 1600 ഇപ്പോൾ 2000 ആയിട്ട് എത്തി നിൽക്കുകയാണ്. ഇത് പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. കരുണാകരൻ്റെ കാലഘട്ടത്തിൽ അത് അങ്ങനെ പറഞ്ഞിരുന്നു.
ഇന്ന് അത് ഓരോ മനുഷ്യൻ്റെ കയ്യിലേക്കും ഈ കാശെത്തുമ്പോൾ അവർക്ക് എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് നമ്മളത് കാണുന്നുണ്ട്. പിന്നെ 10 വർഷം ആയി എന്ന് പറഞ്ഞ് മാറ്റം വേണം എന്ന് പറയുന്നത് നമ്മൾ മറ്റേ 2020 വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ 2 50 അടിച്ചപ്പോൾ 3ാമത് 50 അടിച്ചാൽ അദ്ദേഹം മോശമായി പോകുമെന്ന് പറയുന്ന പോലെ ഒരു അബ്സേർഡായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മേഖലയിലും സർവത്ര മേഖലയിലും നമ്മൾ കണ്ടതാണ് ഒരു വലിയൊരു വികസനത്തിൻ്റെ ഒരു വെളിച്ചം. അപ്പം അങ്ങനെ ഒരു വെളിച്ചമുള്ള ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഒരു മാറ്റം എന്നാണ് എനിക്ക് ചോദിച്ചത്. ശരി, അങ്ങേറ്റത്തെ ആൾക്ക് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ? സെയിം അഭിപ്രായം. ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് കിഫ്ബി എന്ന പദ്ധതി മുഖാന്തരം ഏകദേശം 91,000 കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിഹിതം വെട്ടിക്കുറച്ച്, അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട വിഹിതം വെട്ടിക്കുറച്ച് കേരള സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള 2 ലക്ഷത്തോളം കോടി രൂപയാണ്. അപ്പോൾ 91,000 കോടി രൂപ കൊണ്ട് ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ ഈ സർക്കാരിന് നടത്താമായിരുന്നെങ്കിൽ, കിഫ്ബിയിൽ അല്ലെങ്കിൽ ഈ 2 ലക്ഷം കോടി രൂപയുടെ അർഹമായ വിഹിതം കൂടി ലഭിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ മഹത്തരമായ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് കഴിയുമായിരുന്നു. ഇപ്പോഴും ഏറ്റവും മികച്ച BMBC റോഡുകൾ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ഷേമ പദ്ധതി, വികസനം എല്ലാം ഈ സർക്കാർ തന്നെ തുടരണം എന്നുള്ള അഭിപ്രായമാണ്. പോവാറുണ്ടോ? അവിടെ പുറകിൽ ഒരു ഒരാളുകൂടി ഉണ്ട്, ഒളിച്ചിരിക്കല്ലേ? ഒന്നുമില്ല, അഭിപ്രായം ഇല്ല പറയാൻ. എന്തേലും ഒരു അഭിപ്രായം പറയുന്നേ. ഒന്നുമില്ല, നിങ്ങളുടെ വണ്ടി കൊള്ളാന്നെങ്കിലും പറഞ്ഞുകൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല. ലാഭം കിട്ടുന്നവർക്ക് എപ്പോഴും ലാഭം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, അല്ലാത്തവർ വെറുതെ ഇവിടെ മൂഞ്ചി തെറ്റിയിരിക്കുന്നു. ശരി, ഇതൊക്കെ കേൾക്കുന്നുണ്ടോ ലീലാകൃഷ്ണേട്ടൻ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പുതിയ തലമുറയെ പറ്റിയിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്താ? അപ്പോൾ ഒരുപാട് കുട്ടികളെ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ഇത്ര അടുത്ത് കാണുന്നത് അല്ലേ? കുറച്ച് മക്കളൊക്കെ വലുതായതിനു ശേഷം പിന്നെ ഇപ്പോഴായിരിക്കും ഇത്രയും കുട്ടികളെയൊക്കെ ഒന്നിച്ച് കാണുന്നത്. അപ്പോൾ പൊതുവെ യുവതലമുറയുടെ ഒക്കെ അടുത്ത് എത്തുമ്പോൾ അവരുടെ ഒരു ഫീൽ എന്താണ്? കുട്ടികൾ പൊളിറ്റിക്കലാണ്, അവരിതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ഇതൊക്കെ നിരീക്ഷിക്കുന്ന കുട്ടികളാണ്. അവർ പല കാര്യങ്ങളിലും നമ്മളെക്കാൾ പൗരബോധമുള്ളവരുമാണ്. നമ്മളെയൊക്കെ പൗരബോധം പഠിപ്പിക്കുകയായിരുന്നു. ഇവർ സ്വയാർജിത പൗരബോധമുള്ളവരാണ്, കൂടുതൽ പൊളിറ്റിക്കലാണ്. അവരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവരങ്ങനെ പൊതുരംഗത്ത് അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും അവർക്ക് കൃത്യമായ വിലയിരുത്തലുകളുണ്ട്. മാത്രമല്ല, നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട മുൻവിധികൾ അവർക്കില്ല. ഫ്രീഡം ഫ്രം ദ നോൺ എന്ന് കൃഷ്ണമൂർത്തിയൊക്കെ പറഞ്ഞതുപോലെ പലതും അറിഞ്ഞതിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ അവരുടെ നിരീക്ഷണത്തെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. ഇപ്പോൾ 2 തരത്തിലുള്ള നിരീക്ഷണം അവർ പറഞ്ഞു. പൊളിറ്റിക്കലായ അഭിപ്രായങ്ങളല്ലേ പറഞ്ഞു. അപ്പോൾ ഞാനത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ പൊളിറ്റിക്കലായ കുട്ടികൾ ഉണ്ടാവണം. ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ രീതിയാണ്. ജനങ്ങളുടെ മുമ്പിൽ എല്ലാ കക്ഷികളും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ആശയങ്ങളും അവരുടെ പ്രകടന പത്രികയും വയ്ക്കുന്നു, നമ്മൾ പ്രചരിപ്പിക്കുന്നു. ഓരോരുത്തർ അവരുടേതായ മെച്ചങ്ങളും അവരുടേതായ പ്രതീക്ഷകളൊക്കെ പ്രചരിപ്പിക്കുന്നു. ജനങ്ങളത് ചേറിക്കൊഴിച്ച് അവസാനം വിധി പറയുന്നു. അതാണല്ലോ ജനാധിപത്യം. അപ്പം അതിലൊരാളുടെ മസിൽ പവർ കൊണ്ടോ നേരത്തെ പറഞ്ഞ PR വർക്ക് കൊണ്ടോ ഒന്നും ഇതിൽ വിജയിക്കാൻ പോകുന്നില്ല. PR വർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നൊരു സംഗതിയാണ്. എത്ര PR വർക്ക് ചെയ്താലും ജെന്യൂൻ അല്ലാത്ത ഒന്നിനെ പൊലിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ പൊഴിഞ്ഞു പോകും. അപ്പോൾ അതല്ല അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഈ അടിസ്ഥാന വിലയിരുത്തൽ അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരായാലും അതിനെ നമ്മൾ മാനിക്കണം. അത് ജനാധിപത്യത്തിൻ്റെ അസ്ഥിവാരമാണ്, അസ്ഥിബലവുമാണ്. ആ നിലയ്ക്ക് ഞാൻ പുതിയ കുട്ടികളെ, ഞാൻ കോളേജുകളിലൊക്കെ പോകുന്ന ഒരാളാണ്. കുട്ടികൾ വളരെ പൊളിറ്റിക്കലാണെന്ന് മാത്രമല്ല നമ്മളെക്കാളേറെ എക്യുപ്ഡാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെക്കാൾ കൂടുതൽ അറിവുണ്ട്. ആ പ്രളയകാലത്തൊക്കെ പുതിയ കുട്ടികളാണ് ധാരാളം ആളുകളെ രക്ഷിക്കാൻ പുതിയ ഡിവൈസ് ഉപയോഗിച്ചത്. എനിക്കറിയുന്നത് എൻ്റെ നാട്ടിലെ 2 ചെറുപ്പക്കാർ ആണ് ആ മാൻഹോളിൽ അപകടം ഉണ്ടായപ്പോൾ മാൻഹോൾ വൃത്തിയാക്കാനുള്ള റോബോട്ടിക് സംവിധാനം ഉണ്ടാക്കിയത്. അതെ, അതുണ്ടാക്കിയത് എൻ്റെ നാട്ടുകാരാണ്, തൃത്താലക്കാരാണ്. ആ പയ്യന്മാരെ എനിക്കറിയാം. അപ്പോൾ ആ നിലയ്ക്ക് അവർക്ക് അവസരം കൊടുത്താൽ, നേരത്തെ കുട്ടികൾ പറയുന്നത് പോലെ ആരും ഇവിടെ വിട്ട് പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം അങ്ങനൊരു പദ്ധതി പൂർണ്ണമായി രൂപപ്പെടുത്തി വരുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അടുത്ത 5 വർഷം കൂടി ഭരണം ലഭിക്കുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനും ഒരു പുതിയ കുട്ടിക്കും, ജെൻസി കുട്ടിക്കും ഇവിടുന്ന് വിട്ടുപോകാത്ത വിധത്തിൽ ഇവിടെ അവർക്കുള്ള തൊഴിലവസരങ്ങളെ ക്രമീകരിക്കാനുള്ള ഒരു പദ്ധതി പ്രകടന പത്രികയിൽ അവർ വരും. അത് വരും. പ്രകടന പത്രികയും വരട്ടെ അല്ലേ? തീർച്ചയായിട്ടും യൂത്തിനും ഒരു മാനിഫെസ്റ്റോ ഉണ്ടാവട്ടെ.